നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റോറേജ് സ്ട്രക്ചറിനകത്തെ മൂന്നാമത്തെ കാറ്റഗറിയായ സ്റ്റേബിൾ സ്റ്റോറേജിന്റെ ഇംപ്ലിമെന്റേഷനെ പറ്റിയായിരുന്നു. സ്റ്റേബിൾ സ്റ്റോറേജ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നിലധികം നോൺ വോളറ്റൈൽ സ്റ്റോറേജിലായിട്ടാണ് നമ്മൾ ഡിസ്കിനകത്തോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പോ അതുപോലെയുള്ള നോൺ വോളറ്റൈൽ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന നോൺ വോളറ്റൈലിനകത്തെ ഡേറ്റകൾ നമ്മൾ കോപ്പി ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന നോൺ വോളറ്റൈലിനകത്ത് എപ്പോഴൊക്കെയാണോ അപ്ഡേറ്റ് സംഭവിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ എന്തും കൂടെ ചെയ്യണം, നമ്മുടെ ഈ സ്റ്റേബിൾ സ്റ്റോറേജിനകത്ത് ഡേറ്റകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനകത്ത് ഡേറ്റകൾ ഒന്നും ഡാമേജ് ആവാതെ തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ സ്റ്റേബിൾ സ്റ്റോറേജ് ആയിട്ട് സാധാരണയായിട്ട് റെയ്ഡ് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ റെയ്ഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ടേപ്പുകളും ഒക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫയറിങ്ങോ ഫ്ലഡിങ്ങോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഈ റെയ്ഡ് സിസ്റ്റവും അതുപോലെ തന്നെ മാഗ്നറ്റിക് ടേപ്പും അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഡേറ്റയും ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന നമ്മുടെ ട്രാൻസാക്ഷന്റെ പ്രോപ്പർട്ടി എൻഷുർ ചെയ്യണമെങ്കിൽ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡേറ്റകളെയെല്ലാം പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഹൗ സ്റ്റോറേജ് മീഡിയ ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഫെയിലിയർ ഡ്യൂറിങ് ഡേറ്റ ട്രാൻസ്ഫർ. ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്പറേഷൻ സംഭവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ ഉണ്ടായാൽ അതിൽ നിന്നും എങ്ങനെയാണ് ഈ ഡേറ്റ സ്റ്റോറേജ് ഡേറ്റകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട 3 ടേമുകളാണ് താഴെ തന്നിരിക്കുന്നത്. അതായത് ഡിസ്കിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഹാൻഡ്ലിംഗ് മനസ്സിലാക്കണമെങ്കിൽ ഈ 3 ടേംസും കൂടെ അറിഞ്ഞു വെക്കുക. അതായത് ഡിസ്കിൽ നിന്നും മെമ്മറിയിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 3 റിസൾട്ടുകളാണ് ഈ തന്നിരിക്കുന്നത്. സക്സസ്ഫുൾ കംപ്ലീഷൻ, പാർഷ്യൽ ഫെയിലിയർ, അതുപോലെ തന്നെ ടോട്ടൽ ഫെയിലിയർ. ഒന്നാമത്താണ് സക്സസ്ഫുൾ കംപ്ലീഷൻ എന്ന് പറയുന്നത്. The transferred information arrived safely at its destination. അതായത് ഡിസ്കിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നേരെ തിരിച്ച് മെമ്മറിയിൽ നിന്നും ഡിസ്കിലോട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലും ആ ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് ആയിട്ട് ഡേറ്റ എത്തി എന്ന് ഉറപ്പാക്കുന്ന ഒരു റിസൾട്ടാണ് സക്സസ്ഫുൾ കംപ്ലീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പാർഷ്യൽ ഫെയിലിയർ എന്ന് പറയുന്നത്. A failure occurred in the midst of transfer and the destination block has incorrect information. അതായത് ഡേറ്റ ട്രാൻസ്ഫറിന് ഇടയിലാണ് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെസ്റ്റിനേഷനിൽ കിട്ടിയിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കത്തില്ല. അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റിസൾട്ട് പാർഷ്യൽ ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ഉദ്ദേശിക്കണം? നമ്മുടെ ഡെസ്റ്റിനേഷനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ല എത്തിയിരിക്കുന്നത്, അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ ഒരു റിസൾട്ടാണ് ടോട്ടൽ ഫെയിലിയർ എന്ന് പറയുന്നത്. The failure occurred sufficiently early during the transfer that the destination block remains intact. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ബ്ലോക്കിനകത്ത് ഒരു ഡേറ്റയും എത്തിയിട്ടേ ഇല്ല. അപ്പൊ അതാണ് ടോട്ടൽ ഫെയിലിയർ എന്ന് പറയുന്നത്. നമ്മൾ മെമ്മറിയിൽ നിന്നും ഡിസ്കിലോട്ട് ഡേറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡെസ്റ്റിനേഷനായിട്ട് വരുന്നത് എവിടെയാണോ അങ്ങോട്ട് ഒരു ഡേറ്റകളും എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിനിടയ്ക്ക് ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡേറ്റകൾ ഒന്നും റിസീവ് ചെയ്യാത്തെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ 3 റിസൾട്ടുകളെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. If a data transfer failure occurs, the system detects it and invoke a recovery procedure to restore the block to a consistent state. To do so, the system must maintain 2 physical blocks for each logical database block. നമ്മൾ പറഞ്ഞൊരു ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാകുന്ന ഒരു 3 റിസൾട്ടുകളാണ് ഈ തന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ഡേറ്റ ട്രാൻസ്ഫർ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ DBMS സിസ്റ്റം എന്ത് ചെയ്യണം? ആ ഫെയിലിയർ ഉണ്ടായിരിക്കുന്നതിനെ ഡിറ്റക്ട് ചെയ്ത് റിക്കവർ ചെയ്യണം. അങ്ങനെ റിക്കവർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് 2 ഫിസിക്കൽ ബ്ലോക്കുകളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി ആ റിക്കവറിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട 3 ഓപ്പറേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ ഇൻഫർമേഷൻ ഓൺ ടു ദ ഫസ്റ്റ് ഫിസിക്കൽ ബ്ലോക്ക്. രണ്ടാമത്തത് when the first write completes successfully, write the same information on to the second physical block. The output is completed only after the second write completes successfully. അതായത് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോൾ
ഒറിജിനൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലോട്ട് മാത്രം റൈറ്റ് ചെയ്യാതെ നമ്മുടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ റിക്കവറിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന 2 ബ്ലോക്കുകൾ ഉണ്ടല്ലോ, ആ ബ്ലോക്കിനകത്തും കൂടെ റൈറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ബ്ലോക്കിനകത്തും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള ആ ബ്ലോക്കിനകത്തും കൂടെ റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സക്സസ്ഫുൾ കംപ്ലീഷൻ എന്ന് പറഞ്ഞൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള നോൺ വോളറ്റൈൽ സ്റ്റോറേജിനകത്താണ് എന്തെങ്കിലും ഫെയിലിയർ സംഭവിക്കുന്നതെങ്കിലും നമ്മൾ ഈ റിക്കവറിക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന ഡേറ്റയ്ക്കകത്ത് അല്ലെങ്കിൽ ബ്ലോക്കിനകത്ത് ഡേറ്റ ഉള്ളത് കൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്ത് ബാക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ പറയുന്നത് സ്റ്റേബിൾ സ്റ്റോറേജിനകത്തെ ഡേറ്റ ആക്സസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്ട്രക്ചറിനകത്തെ ഡേറ്റ ആക്സസിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഡേറ്റാബേസിനകത്തെ ഡേറ്റാനെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ടും ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫിക്സഡ് ലെങ്തുകളുള്ള ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്സ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ടു ആൻഡ് ഫ്രം ഡിസ്ക് ആൻഡ് മേ കണ്ടെയ്ൻ സെവറൽ ഡാറ്റ ഐറ്റംസ്. അപ്പൊ ഡിസ്കിനകത്ത് തന്നെ പല ബ്ലോക്കുകൾ ഉണ്ടാകാം, ആ ബ്ലോക്കിനകത്ത് തന്നെ പല ഡാറ്റ ഐറ്റംസും ഉണ്ടാകാം. Transactions input information from the disk to main memory and then output the information back onto a disk. The input and output operations are done in block units. The blocks residing on the disk are referred to as physical blocks. The blocks residing temporarily in main memory are referred to as buffer blocks. The area of memory where blocks were reside temporarily is called disk buffer. അതായത് നമ്മൾ ട്രാൻസാക്ഷന്റെ ബേസിൽ പറയുമ്പോൾ 2 ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ, റീഡും റൈറ്റും. നമുക്കറിയാം നമ്മൾ DBMSനകത്ത് ഡേറ്റാനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിസ്കിനകത്താണ്, അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ സ്റ്റോറേജിനകത്താണ്. നമ്മുടെ CPU എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ CPU എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റകളെ നമ്മൾ ഡിസ്കിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറ് പതിവ്. ഇനി എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ മെയിൻ മെമ്മറിക്കകത്ത് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ഡിസ്കിൽ കൊണ്ട് റൈറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കണം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഡിസ്കിനകത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്തെ ബ്ലോക്കുകളെയാണ് നമ്മൾ ഫിസിക്കൽ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മെമ്മറിക്കകത്തെ ബ്ലോക്കുകളെയാണ് നമ്മൾ ബഫർ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഡിസ്കിനകത്ത് ഒരു ടെമ്പററി ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്ക് ബഫർ എന്ന്. ഈ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്പേസ് ആണ് ടെമ്പററി ഏരിയ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ക് ബഫർ എന്ന്. ഇനി ഡിസ്കിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ടുള്ള ഡേറ്റയുടെ ട്രാൻസ്ഫറിന്റെ ഓപ്പറേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും, അതായത് റീഡും റൈറ്റും. Input of B transfers the physical block B to main memory. Output of B transfers the buffer block B to the disk and replaces the appropriate physical block there. താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ആ ഫിഗർ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻസ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഇത് ഡിസ്കും ഇത് മെയിൻ മെമ്മറിയുമാണ്. അപ്പൊ ഇവിടെ A എന്നും B എന്നും പറയുന്നത് ബ്ലോക്കുകളുടെ നെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഡിനോട് ഈക്വൽ ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മുടെ റൈറ്റിനോട് ഈക്വൽ ആണ്. അപ്പൊ ഇൻപുട്ട് A എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഡിസ്കിൽ നിന്നും A എന്ന് പറയുന്ന ബ്ലോക്കിനെയാണ് മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നത്. ഡിസ്കിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ടാണ് ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് ഓഫ് B എന്ന് പറഞ്ഞാലോ, മെയിൻ മെമ്മറിയിൽ നിന്നും B എന്ന് പറയുന്ന ബ്ലോക്കിനെ നമ്മൾ ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിൻ മെമ്മറിയിൽ നിന്നും ഡിസ്കിലോട്ടാണ് ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ന് പറയുന്ന 2 ഓപ്പറേഷൻ ഓർത്ത് വെക്കുക. ഇനി താഴെ തന്നിരിക്കുന്നത് ട്രാൻസാക്ഷന്റെ ബേസിൽ ഈ ഓപ്പറേഷൻസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. റീഡ് എന്നും റൈറ്റ് എന്നുമാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫെയിലിയർ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ.